ഇത് വില്ലീസ് ടവർ. ചിക്കാഗോ നഗരത്തിലെ മാത്രമല്ല, ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായിരുന്നു വില്ലീസ് ടവർ. മുൻകാലത്ത് ഇത് സിയേഴ്സ് ടവർ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഇപ്പോഴിത് ലോകത്തിലെ മൂന്നാമത്തെ ഉയരം കൂടിയ കെട്ടിടമാണ്. ദുബായിലെ ബുർജ് ഖലീഫ വരുന്നതിന് മുൻപ് ഇതായിരുന്നു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം. ഇത് അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തമായ ആകാശ ചുംബികളിൽ ഒന്നാണ്. ഇത് ചിക്കാഗോ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് നദിക്കരികിൽ സ്ഥിതി ചെയ്യുന്നു. ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് 1970-ലാണ്. പൂർത്തിയായത് 1973-ലും. ബ്രൂസ് ഗ്രഹാമാണ് ഇതിൻ്റെ ആർക്കിടെക്റ്റ്. സ്ട്രക്ചറൽ എഞ്ചിനീയർ ഫൽസൂർ റഹ്മാൻ ഖാനാണ്. ഇദ്ദേഹം ബംഗ്ലാദേശ് വംശജനായ ഒരു മഹാനായ എഞ്ചിനീയറാണ്. ഇദ്ദേഹത്തെ സ്കൈ സ്ക്രാപ്പറുടെ പിതാവ് എന്നറിയപ്പെട്ടിരുന്നു. അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ റീറ്റെയിൽ കമ്പനിയായ സിയേഴ്സ്, റോയ്ബുക്ക് ആൻഡ് കമ്പനിയാണ് ഇതിൻ്റെ നിർമ്മാതാക്കൾ. സിയേഴ്സ് കമ്പനി അവരുടെ കോർപ്പറേറ്റ് ഓഫീസായി, അതായത് ആയിരക്കണക്കിന് ജീവനക്കാരെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ ആസ്ഥാനം എന്ന നിലയ്ക്കാണ് ഈ കെട്ടിടം നിർമ്മിച്ചത്. മെയിൻ റൂഫ് വരെ 1450 അടി ഉയരം കണക്കാക്കപ്പെടുന്നു. ആൻറ്റിനയടക്കം 1729 അടി, അതായത് 527 മീറ്റർ ഉയരമുണ്ടെന്നാണ് ചരിത്രകാരന്മാർ എഴുതിയിട്ടുള്ളത്. 110 നിലകളുള്ളതിൽ 104 നിലകളിലും പ്രവർത്തനമുണ്ട്. 1973 മുതൽ 1998 വരെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായിരുന്നു ഈ വില്ലീസ് ടവർ. ഇപ്പോൾ അമേരിക്കയിലെ മൂന്നാമത്തെ ഉയർന്ന കെട്ടിടമാണ്. പക്ഷേ ചിക്കാഗോയിൽ ഇപ്പോഴും ഒന്നാം സ്ഥാനത്ത് തന്നെയാണ്. ഇതിൻ്റെ ഡിസൈൻ തന്നെ വളരെ പ്രത്യേകതയുള്ളതാണ്. ബണ്ടൽ ട്യൂബ് ഡിസൈൻ എന്ന നവീന സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചത്. ഫസ്ലൂർ ഖാൻ്റെ പ്രശസ്തമായ കണ്ടുപിടുത്തമാണ്. 9 വലിയ സ്റ്റീൽ ട്യൂബുകൾ ചേർന്ന ഘടനയാണ് മുഴുവൻ കെട്ടിടം. ഈ ഡിസൈൻ ഉയർന്ന കാറ്റിനെയും ഭൂചലനങ്ങളെയും പ്രതിരോധിക്കുന്നു. ഇതിലെ 103-ാം നിലയിൽ സ്കൈ ഡെക്ക് ചിക്കാഗോ എന്ന നിരീക്ഷണ മന്ദിരമുണ്ട്. ഇവിടെ നിന്ന് 50 മൈൽ ദൂരത്തിൽ വരെ കാണാവുന്നതാണ്. മിഷിഗൺ തടാകം, ചിക്കാഗോ നഗരം, ഇൻഡ്യാന, വിസ്കോൺസിൻ എന്നിവയും കാണാം. ദി ലഞ്ച് എന്ന പേരിൽ കെട്ടിടത്തിന് പുറത്തേക്ക് പുറപ്പെടുന്ന ഗ്ലാസ് ബോക്സ് ബാൽക്കണി ഇവിടുത്തെ പ്രത്യേകതയാണ്. ചിക്കാഗോയിലെ ഏറ്റവും ജനപ്രിയമായ വിനോദസഞ്ചാര ആകർഷണങ്ങളിൽ ഒന്നാണ് ഈ കെട്ടിട സമുച്ചയം. 1973-2009 വരെ ഈ ടവർ സിയേഴ്സ് ടവർ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. 2009-ൽ വിൽസ് ഗ്രൂപ്പ് ഹോൾഡിംഗ്സ് എന്ന ഇൻഷുറൻസ് കമ്പനി ഓഫീസ് പ്രവർത്തിപ്പിക്കുവാൻ ഭാഗികമായി വാടകയ്ക്കെടുത്തതിനെ തുടർന്ന് പേര് വിൽസ് ടവറായി മാറി. എങ്കിലും പല ചിക്കാഗോ നിവാസികൾക്കും ഇന്നും ഇത് സിയേഴ്സ് ടവർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വിൽസ് ടവർ ഇന്ന് ഓഫീസ്, വിനോദസഞ്ചാരം, റെസ്റ്റോറൻറ്റുകൾ, സ്കൈഡക്ക് ബിസിനസ് സെൻറ്റർ എന്നിവയുമായി പ്രവർത്തിക്കുന്നു. 2017-2022 കാലഘട്ടത്തിൽ വലിയ നവീകരണവും കാറ്റലോഗ് എന്ന പേരിൽ അടിഭാഗം പുനർവികസനവും നടത്തി. ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു ടവർ തന്നെയാണിത്. ഇത് കാണാൻ ഒട്ടേറെ വിനോദസഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്.